ഹലോ ഗായ്സ്, ഇത് AR വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അവർക്ക് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ കൂടുതൽ പ്രിഫറൻസ് എന്നായിരുന്നു. നമുക്കപ്പോൾ തുടങ്ങാം ഇന്നത്തെ വീഡിയോസിൽ. ലവ് വിത്ത് അറേഞ്ച് ഫസ്റ്റ് പറയുന്ന ലവ് വിത്ത് അറേഞ്ച് മാരേജ്. എന്താ ലവ് മാരേജ് പ്രിഫർ ചെയ്യാൻ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മനസ്സിലാക്കാലോ ആൾക്കാരെ, കുറച്ചുകൂടി മനസ്സിലാക്കാം. പെട്ടെന്ന് കാണുന്ന ഒരാളെ കല്യാണം കഴിക്കുന്നതിനേക്കാളും ഒട്ടും താല്പര്യമില്ല. അയ്യോ, ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ അറേഞ്ച്ഡ് വിത്ത് അറേഞ്ച്ഡ് എന്ന് പറയുമ്പോൾ ഒന്ന് പ്രേമിച്ച് വീട്ടിലൊക്കെ പറഞ്ഞ് അവരുടെ സമ്മതത്തോടുകൂടെ കല്യാണം കഴിക്കാൻ. ഇയാൾക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ? എന്താ ലവ് മാരേജിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എന്നൊക്കെ? ലവ് മാരേജ് റെസ്പെക്ട് ഉണ്ടാവും, മറ്റുള്ള ഇതുപോലെ ആയിരിക്കില്ല. ഓക്കെ, നമുക്ക് എപ്പോഴും ഒരു ഡിപ്പെൻഡൻസി ഉണ്ടാവും. ലവ് മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് അറിയുന്നവരാണാകുമ്പോ നമ്മളുടേതായ ഒരു കംഫർട്ടിൽ നിൽക്കാമല്ലോ, നമുക്ക് നിക്കാം. അതെ, മറ്റ് അവരെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയില്ല, ചെന്നിട്ട് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. ഇത് നമുക്ക് കൂടി കുറച്ചും കൂടി നമ്മള് സ്വതന്ത്രരായിരിക്കും അല്ലെ? അതല്ലേ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ഇനി കല്യാണം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ ലവ് മാരേജിനോടാണോ അതോ അറേഞ്ച് മാരേജിനോടാണോ താല്പര്യം? കല്യാണം കഴിക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല. ഇല്ല, ലവ് മാരേജ് അറേഞ്ച് മാരേജ് ലവ് മാരേജ് ആണെങ്കിൽ അറേഞ്ച് മാരേജ് ആണെങ്കിൽ കുറച്ച് ബോറടിക്കോ? അന്ന് ഇപ്പോഴേ ഒരു എക്സ്പെക്ടേഷൻ അങ്ങനെ ബോറടിക്കുന്നത് നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് മോശമാണോ? എന്റെ അവരുടെ അപ്പൊ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. അപ്പൊ എന്താണെങ്കിലും കല്യാണം കഴിക്കും. അറേഞ്ച്ഡ് അങ്ങനെ ഒരു ഫ്ലോയില് പോകും. എങ്ങനെയായാലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ മാരേജ് ചെയ്യാനാണ് താല്പര്യം? അതായത് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ? അത് എന്തുകൊണ്ടാണെന്ന് കൂടി പറയാമോ? ലവ് അറേഞ്ചും കൂടി മിക്സ് ആയിട്ടുള്ള മാരേജ് ആയിരിക്കും. ലവ് അറേഞ്ച്ഡ് അങ്ങനെ പറഞ്ഞാൽ ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വീട്ടുകാരെ അറിഞ്ഞിട്ട് കുറച്ചാള് പ്രേമിക്കുക, വീട്ടുകാരെ അറിഞ്ഞിട്ട് പെണ്ണിനെ കണ്ടിട്ട് കുറച്ചാലും പ്രേമിക്കുക, പിന്നെ കല്യാണം. പ്രേമിച്ചെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഒരു പെണ്ണിന്റെ ബ്രോക്കർ പോയോ മാട്രിമണി പോയോ പോയി കണ്ടിട്ട് കുറച്ചു നേരം പരിചയപ്പെടുക, വ്യക്തിയെ മനസ്സിലാക്കിയിട്ട് ജീവിത പങ്കാളിയാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലാണ്ട് എടുത്തിയാടി കല്യാണം കഴിക്കുന്നത് അത് അത്ര ഔചിത്യമുള്ള ഒരു കാര്യമല്ലെന്ന് ഞാൻ പറയുന്നു. കല്യാണം കഴിക്കുകയാണെങ്കിൽ അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് മാരേജിനാണോ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്? കല്യാണം കഴിക്കുകയാണെങ്കിലേ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കല്യാണം കഴിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓരോരുത്തരെ എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് ഒരു രക്ഷയില്ല. ഓക്കെ, അങ്ങനെ അപ്പൊ കല്യാണം കഴിഞ്ഞു. അത് ലവ് മാരേജ് ആയിരുന്നു അതോ അറേഞ്ച് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് അല്ലായിരുന്നു, ഇപ്പൊ നല്ല പ്രണയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് മതി. നമ്മൾ ആര് കെട്ടുന്നു എങ്ങനെ കെട്ടുന്നു എന്നല്ല, നല്ല അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് മുന്നോട്ട് പോകണം. അടിപൊളിയായിട്ട് പോകും. അതേപോലെ തന്നെ പോട്ടെ. ഇരിക്കുമ്പോ അറേഞ്ച് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ താല്പര്യം? ലവ് മാരേജ്. എന്താണ് അതിനെ കുറിച്ച് കൂടുതൽ പ്രിഫർ ചെയ്യാൻ കാരണം? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ലവ് മാരേജ് അതില് കുറെ കൺസിഡറേഷൻസ് എന്തെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാലും പ്രിഫർ ചെയ്യുന്നത് ലവ് മാരേജ് ആണ്. ഓക്കെ, ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജിനോടാണോ താല്പര്യം? അറേഞ്ച് മാരേജ്. അതെന്തുകൊണ്ട് അങ്ങനെ? എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്നാലും അറേഞ്ച് മാരേജ് എല്ലാവരും ഫാമിലി ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനത്തിനോടാണ് കുട്ടിക്ക് താല്പര്യം. ഓക്കെ, ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കുമ്പോ ഇപ്പോ ലവ് മാരേജിനോടാണോ അതോ അറേഞ്ച് മാരേജിനോടാണോ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്? രണ്ടായാലും പ്രോബ്ലം ഇല്ല. എന്നാലും റൈറ്റ് ആയിട്ടുള്ള ആള് വന്നാൽ അത് രണ്ടായാലും പ്രോബ്ലം ഇല്ല. ഇല്ലെങ്കിൽ കെട്ടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ അങ്ങനെ പറയുന്നത്? മീൻസ് അറേഞ്ച് മാരേജും ലവ് മാരേജ് ആണെങ്കിലും കുഴപ്പമില്ല. റൈറ്റ് ആയിട്ട് ആള് വന്ന് ഏത് വെയിൽ വന്നാലും പ്രോബ്ലം ഇല്ല. ഇല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ. സോൾ ലൈഫാണ് കുറച്ചും കൂടി. ഒരു റൈറ്റ് ആയിട്ടുള്ള ആള് വന്നാൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇല്ലാന്ന് വെച്ചാൽ മുന്നത്തേനെക്കാട്ടിലും വേഴ്സ്റ്റ് ആയി നമ്മളല്ലാതെ കുറച്ചു നാള് ജീവിക്കേണ്ടി വരും. അപ്പൊ അതിന് നല്ലത് ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഏത് മാരേജ് ആണെങ്കിലും പ്രോബ്ലം ഇല്ലല്ലോ. ഏതായാലും എല്ലാം ഒരു സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ശരിയാ. നമ്മളെ കുറച്ച് നന്നായിരുന്ന രണ്ടും ഓക്കെ ആയിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം കുറെ പേർക്ക് സർവേ ചോദിച്ചിട്ടുണ്ടാവല്ലോ. ഓക്കെ, ഇത്രയും കേട്ടിട്ട് ആസ് എ ഗേൾ എന്താ തോന്നണേ? ശരിക്കും കല്യാണം കഴിക്കണോ അതോ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ഇനി കഴിക്കണ്ടേ? ആരെ കൂടുതൽ ഇൻസ്പയർ ചെയ്തൊരു ആൻസർ പറഞ്ഞത്? ഓക്കെ, എനിക്ക് എന്റെ പേഴ്സണൽ കുറെ എക്സ്പീരിയൻസസ് വെച്ചിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും അങ്ങനെ പോവാൻ തന്നെയാണ് താല്പര്യം. പക്ഷെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഒരു കല്യാണം കഴിക്കുന്നതിന്റെ ഒരു വർഷം മുന്നേ കാണുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ അതൊരു വേഴ്സ്റ്റ് ആവാതെ നോക്കും. പരമാവധി നോക്കും. എന്തൊക്കെ ചെയ്യും? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. അതാണല്ലോ എല്ലാത്തിന്റെയും. അഡ്ജസ്റ്റ് ചെയ്യും മീൻസ്
കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യില്ല, ഞാൻ എന്താണ് അതേപോലെ അംഗീകരിക്കാൻ പറ്റുക, അക്സെപ്റ്റ് ചെയ്യും. കഴിക്കുകയാണെങ്കിൽ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജിനോടാണോ താല്പര്യം? ലവ് മാരേജ് ആണ്. ഇയാൾക്ക് ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ലവ് മാരേജ് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ? ലവ് മാരേജ് എന്ന് പറയാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒളിച്ചോട്ടൊന്നല്ല, നല്ലൊരാളെ കിട്ടണം. സോ നല്ലൊരാളെ മനസ്സിലാക്കി അറേഞ്ച് മാരേജിൽ നല്ലൊരാളെ കിട്ടില്ല എന്ന് അത് പറയാൻ പറ്റില്ലല്ലോ. കാരണം അറേഞ്ച് മാരേജ് പറഞ്ഞാൽ നമ്മള് ഒരാളെ അത്ര പരിചയമില്ലാത്തൊരു പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ കെട്ടാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറച്ചും കൂടി നല്ലത് പ്രണയ വിവാഹമാണെന്ന് തോന്നുന്നു, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ആണെങ്കിൽ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജിലാണോ താല്പര്യം? ലവ് മാരേജ്. ലവ് മാരേജ്. ഇവിടെ ലവ് മാരേജ്. എല്ലാരും പോളിംഗിൽ ലവ് മാരേജ് ആണ്. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവല്ലോ, അതെന്താണെന്ന് പറയോ? നന്നായിട്ട് അറിഞ്ഞ് ബുദ്ധിമുട്ടാണ്. ഇവിടെ സെയിം തന്നെ, വേറെ എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ടൈം കിട്ടും മനസ്സിലാക്കാൻ, അതാണ് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അതിനോടാണ്, ഇയാൾക്കും അതിനോടാണ് ഒരുപാട് മനസ്സിലാക്കിയിട്ടൊന്നും നമുക്ക് കല്യാണം കഴിക്കും. പെട്ടെന്ന് ഒരാള് ഒരു ദിവസം പെട്ടെന്ന് വന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും താല്പര്യമൊന്നുമില്ല, പ്രത്യേകിച്ചില്ല. പാരന്റ്സ് പറയുന്ന എന്തെങ്കിലും അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ ലവ് മാരേജ്. ലവ് മാരേജ് ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും അറേഞ്ച് മാരേജ് ആയിരിക്കും. എന്താ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്തത്? എന്തെങ്കിലും കാണുമ്പോ ഇപ്പൊ ഇങ്ങനെ ലവ് കുറച്ച് അഫെയർ ഒക്കെ ആയിട്ട് നടക്കുന്നതൊക്കെ കാണുമ്പോ അങ്ങനെ തോന്നാറില്ല? അതിനെ പറ്റിയൊന്നും ഇപ്പൊ ആലോചിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും വരികയാണെങ്കിൽ പാരന്റ്സ് പറയുന്ന പോലെ കല്യാണം കഴിച്ച് ജീവിക്കാനാണ് ആഗ്രഹം അല്ലേ? ചിലപ്പോ മാറാം. ഓക്കെ ഓക്കെ, ചിലപ്പോ മാറാം. കുറച്ചും കൂടി ഏജ് ആവുമ്പോൾ ചിലപ്പോ മാറാന്നാണ്. ഓക്കേടാ, ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ എങ്ങനെയാ കല്യാണം കഴിക്കാം? ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ? ലവ് മാരേജ് ആണ്. എന്താ അതിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാനുള്ള കാരണം? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ്? ലവ് മാരേജ് ആകുമ്പോ എനിക്ക് അവളെ അറിയാം, അവൾക്ക് എന്നെ അറിയാം. ഓക്കെ, കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാരണങ്ങൾ? അഡീഷണൽ ആയിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എൻജോയ് ചെയ്ത് നടക്കാം, ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പെട്ടെന്ന് ഒരു ദിവസം വരുന്ന ഒരാളെ കല്യാണം കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ലവ് മാരേജിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ എത്ര വയസ്സിലൊക്കെ കല്യാണം കഴിക്കണം എന്നൊരു 24-25 ആ ഒരു ടൈമില് ടൈമിലാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം സെറ്റിൽ ആവും. ഓക്കെ ഓക്കെ, ഞങ്ങള് രണ്ടുപേരും എന്ന് പറയുമ്പോ അപ്പൊ ആരൊക്കെയോ എവിടേക്കോ മറിഞ്ഞു കിടക്കുന്നു. ഓക്കെ ഒരാളേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ പ്രണയ വിവാഹത്തിനോടാണ് താല്പര്യം. അപ്പൊ എന്തായാലും നടക്കട്ടെ. അത് അറേഞ്ച് മാരേജിനോടാണ് താല്പര്യം? ലവ് മാരേജ്. ലവ് മാരേജ്. അതെന്താ അതിനോട് ഇത്ര താല്പര്യം വന്ന്? ഞാൻ അവനെ മനസ്സിലാക്കിയിട്ടല്ലേ അവനെ കിട്ടുന്നത്. ഓക്കെ, കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അണ്ടർസ്റ്റാൻഡ് രണ്ടുപേർക്ക് വേണം റിലേഷൻഷിപ്പ്. അറേഞ്ച്ഡ് മാരേജ് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്ന് കല്യാണം കഴിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ ലവ് മാരേജ് ആണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കേടാ, താങ്ക് യു. എല്ലാവർക്കും അറേഞ്ച് മാരേജ്. അറേഞ്ച് മാരേജ് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, എന്താ കാരണം എന്ന് പറയാം? ലവ് മാരേജ് ആകുമ്പോ കിട്ടേണ്ട സമയം നമ്മളൊക്കെ മടുക്കും. കെട്ടുമ്പോഴേക്കും മടുക്കും. ഓക്കെ, പുതിയൊരു ഇതാണ്. അപ്പൊ ലവ് മാരേജ് പറഞ്ഞ എന്താ കാരണം എന്ന് പറയാം? അറേഞ്ച് മാരേജ് കഴിവില്ലാത്തവരല്ലേ ചെയ്യുന്നത്? കഴിവില്ലാത്തവർക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ലവ് മാരേജ് നമ്മള് വളച്ച് ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് ഹാർഡ് വർക്കിംഗ് കൂടുതലാണ്. അണ്ടർസ്റ്റാൻഡിങ്, അത് കല്യാണം വരെ എത്തിക്കണം. അതിനൊക്കെ ഭയങ്കര ഓക്കെ, അത് ശരിയാട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ പറഞ്ഞ് അത് സെറ്റാക്കി എടുക്കാൻ നോക്കണം. ഓക്കെ, അപ്പൊ ഇയാള് അറേഞ്ച് മാരേജ് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ 3 പേരും അറേഞ്ച് മാരേജും അയാള് മാത്രം ലവ് മാരേജും ചെയ്ത് എന്ത് പറയും? സത്യം തിരിച്ചു വരും. പറയാൻ പറ്റില്ല. ഞങ്ങള് എന്നാലും ലവ് മാരേജിനോടാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്. വീട്ടിൽ പറഞ്ഞ് അതിൽ തന്നെ മുന്നോട്ട് പോവാം. ഓക്കേടാ. ലവ് മാരേജ് ആണെങ്കിൽ നമുക്ക് പയ്യെ പയ്യെ ആളെ മനസ്സിലാക്കി പോയി ഇത് പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ കല്യാണം കഴിക്കണം വീട്ടിൽ പറഞ്ഞ് അത് സെറ്റാക്കി എടുത്ത് ജോലിയൊക്കെ മേടിച്ചിട്ട് നമുക്ക് ലവ് മാരേജ് നോർമലായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ജിൻസി, വിഷ്ണുപ്രിയ. ഓക്കെ, ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കുമ്പോൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജിനോടാണോ താല്പര്യം? അങ്ങനെയൊന്നുമില്ല. എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ഒന്നുമില്ലേ? ഓക്കെ, ഞാനിങ്ങനെ കുറച്ച് അഫെയർ ഒക്കെ ആയാലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും ആഗ്രഹമില്ല. ഫിനാൻഷ്യലി സെറ്റ് ആയിരിക്കണം. അവൻ കുറച്ച് ഫിനാൻഷ്യലി നീ സെറ്റ് ആയിരിക്കണം. ഓക്കെ, അവൻ ബേബി അവന് ജോലി ഇല്ലല്ലോ, അവരെ നോക്കും. അത് ഒരു എഡ്യൂക്കേഷൻ ഉണ്ടാവണം, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം, ജോബ്, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ അഫെയർ, അതായത് ലവ്
അറേഞ്ച്ഡ് അങ്ങനെ ഒന്നുമില്ല. എന്തായാലും നീ ഇൻഡിപെൻഡന്റ് ആയി നിന്നിട്ട് അവനും കൂടെ ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് കൊണ്ടോ? ഓക്കേടാ, താങ്ക് യു. ഇയാൾക്കൊന്നും പറയാനില്ല? എനിക്ക് അറേഞ്ച്ഡ് മാരേജ് ഇഷ്ടം. അറേഞ്ച് മാരേജ് പാരന്റ്സ് ഒക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ഒരാള് പെട്ടെന്ന് വന്ന് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ നമുക്കൊരു ചിന്തിക്കില്ലേ? അറേഞ്ച്ഡ് ആയാലും കുഴപ്പമില്ല, അങ്ങനെയാലും കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല, ഓക്കെ ആണ്. ഉണ്ടെങ്കിൽ ലവ് മാരേജ് ആണോ അത് അറേഞ്ച് മാരേജിനോടാണോ? ലവ് മാരേജ്. അതെന്താ, എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അത് മാത്രം ലവ് മാരേജ് ആണെങ്കിൽ കുറച്ചും കൂടി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കാന്ന്. മറ്റേത് നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് കൊണ്ടു തന്നിട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കാരണങ്ങളുണ്ടോ ലവ് മാരേജ് എന്ന് പറയാൻ? മനസ്സിലാക്കും, ഇത് തന്നെയാണ് മെയിൻ. ഫൈറ്റ് ഇല്ല, എന്നാലും അത് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണല്ലേ, കുറച്ച് മുന്നേ മനസ്സിലാക്കി. ഓ അതെ, അപ്പൊ വീഴ്ചയിലൊക്കെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നിനക്ക് അതാണ് താല്പര്യം. ഓക്കെ, അപ്പൊ ലവ് മാരേജിനോടാണ് കൂടുതൽ പ്രിഫറൻസ്. ഓക്കെ, ലവ് മാരേജ് ഒക്കെ. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എല്ലാവർക്കും യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഏറ്റവും താല്പര്യം എന്നായിരുന്നു. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ലവ് മാരേജ് ആണ് താല്പര്യം. കൂടുതൽ ഡിപ്പെൻഡൻസി ഉണ്ടാവും, അവർക്ക് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് വരുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെയായിരുന്നു അവരുടെ റീസൺസ്. നമുക്ക് ബാക്കി വീഡിയോസിലൂടെ കാണാം. എനിവേ, താങ്ക് യു. ദിസ് ഇസ് ആര്യ സൈനിങ് ഓഫ്.